പടർന്ന പ്രതിഷേധ ജ്വാല. നിലപാടുറപ്പിച്ച് കോതമംഗലം രൂപത. കോതമംഗലം രൂപതയുടെ മുന്നധ്യക്ഷൻ അഭിവന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ വനംവകുപ്പ് ചുമത്തിയ കള്ളക്കേസ് പിൻവലിക്കാത്ത സാഹചര്യത്തിൽ രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാലയിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കണമെന്ന ആവശ്യമായി കുട്ടമ്പുഴയിൽ നിന്ന് ആരംഭിച്ച ജനകീയ പ്രക്ഷോഭ റാലിയിൽ അഭിവന്യ പിതാവ് പങ്കുചേർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് വനവകുപ്പ് പിതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബുധനാഴ്ച വൈകിട്ട് 6-ന് കോതമംഗലം ചെറിയപള്ളി താഴത്തുനിന്ന് പ്രതിഷേധ ജ്വാല ആരംഭിച്ചു. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ച റാലിയെ രൂപത അധ്യക്ഷൻ അഭിവന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തിന്മയുടെ ശക്തികളായി വനംവകുപ്പ് മാറിയെന്നും അതിന് ഉത്തമ തെളിവാണ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെയുള്ള കേസെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ജനങ്ങളോടൊപ്പം നിന്ന് രൂപത സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോതമംഗലം രൂപതയുടെയും രാജപാത കോർഡിനേഷൻ കമ്മിറ്റിയുടെയും രൂപതയിലെ വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ റാലിയിൽ വൈദികർ, സന്യസ്തർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കുചേർന്നു.